അപകടങ്ങളൊക്കെ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെളിപ്പാടകലെ എരുമേലിയിൽ 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഇന്നലെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ വേണ്ടി യാത്രക്കിടെ റിസോർട്ടിൽ കയറി ഇങ്ങനെ മുകളിൽ നിന്ന് ചാടുമ്പോൾ തലയൊട്ടി ഇടിച്ചിട്ട് പിളർന്നുകൊണ്ട് മരണപ്പെട്ടെന്ന വാർത്ത കാണാൻ പറ്റി. അങ്ങനെ അപകടങ്ങൾ ദിനേന പെരുകുന്ന കാലം. വാഹനാപകടങ്ങൾ, മറ്റപകടങ്ങൾ, ആപത്തുകൾ ഇങ്ങനെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകളുടെ വീട്ടിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഒരു കുട്ടിക്ക് അപകടം വരുന്നു, കുറച്ച് കഴിയുമ്പോൾ വാപ്പാക്ക് അപകടം വരുന്നു, പിന്നീട് ഉമ്മാക്ക് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ വീട്ടിലും കുടുംബത്തിലൊക്കെ മാറി മാറി അപകടങ്ങളും അപകട മരണങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു എല്ലാവർക്കും ആപത്തുകളിൽ നിന്ന് പ്രത്യേകമായ കാവലും രക്ഷയും നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപകടത്തിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു വലിയ രക്ഷ കൊടുക്കുമാറാവട്ടെ. ആദ്യ അപകടത്തിലൊക്കെ പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര പൈസയും മുടക്കാൻ തയ്യാറാണ്. ആ സാഹചര്യത്തിൽ, ആ മൈൻഡിൽ അങ്ങനെ പൈസ വാരിയെറിഞ്ഞ് ഹോസ്പിറ്റലുകളിൽ എല്ലാ ചികിത്സയും നടത്തി അവസാനം ഒരു ജീവച്ഛവമായി കിടക്കുന്നൊരു സാഹചര്യം. പലരും അന്ന് ചികിത്സിക്കുമ്പോൾ ഒന്ന് ജീവനോട് ഞങ്ങൾക്ക് കുറച്ച് നാൾ കൂടി കാണാൻ കിട്ടിയാൽ മതി എന്ന് നമ്മളൊക്കെ പലരും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പറയുന്നൊരു സാഹചര്യം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരുടെ ചികിത്സയും ഇവരുടെ പരിചരണമൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസം. പിന്നീട് ഇവരൊന്ന് നല്ല രൂപത്തിൽ വിട പറഞ്ഞിരുന്നെങ്കിൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാനസികമായി ആളുകൾ നോക്കിയിട്ടും മടുത്തിട്ടും അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയും പലപ്പോഴും ഇവിടെ വിളിക്കുകയും ഈ സദസ്സിലൊക്കെ ദുആ ചെയ്യണമെന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാലിലൊരു ചെറിയ മുള്ള് പോലും തറയ്ക്കുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയും പ്രയാസവും അസ്വസ്ഥതകളും നമുക്കുണ്ടാക്കുന്നുണ്ട്, അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു പ്രയാസം, ഒരു കാലിൽ മുള്ളു തറച്ചാൽ തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല. കൈയുടെ കാലിൻ്റെ വേദന പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ആ രൂപത്തിലൊക്കെ നമ്മൾ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകളെല്ലാം അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ആപത്തുകൾ പല രൂപത്തിൽ വരുന്നു. വാഹന അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയൊക്കെ അപകടങ്ങൾ. മറുഭാഗത്ത് വേറെയും ചില ആപത്തുകൾ, ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങൾ, അതുപോലെ തെരുവു നായകളുടെ ശല്യങ്ങൾ. അത് വീട്ടിൽ കയറി വന്ന് കുട്ടികളെ കടിക്കുന്നു, റോഡിലൂടെ പോകുമ്പോൾ കടിക്കുന്നു. അങ്ങനെയൊക്കെ വല്ലാത്ത പ്രയാസങ്ങൾ, തെരുവു നായ്ക്കളുടെ ബുദ്ധിമുട്ടുകൾ, ഇഴജന്തുക്കളുടെ പ്രയാസങ്ങൾ, ചില നാടുകളിൽ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ. അങ്ങനെയൊക്കെ പല രൂപത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് രക്ഷ കിട്ടാൻ നമ്മുടെ മഹത്തുക്കളും സ്വാലിഹീങ്ങളും മുൻഗാമികളും കാണിച്ചു തന്ന വഴികൾ, ആ വഴികൾ പിന്തുടരല്ലാതെ നമുക്ക് രക്ഷയ്ക്ക് മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ആഫത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ മഹാന്മാരും സ്വാലിഹീങ്ങളും മഹത്തുക്കളും എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണോ രക്ഷപ്പെട്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യലാണ് പുതിയ കാലത്തുള്ള വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരിഹാരം. അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്ന നമുക്ക് വലിയ കാവലാണ്. അസ്മാഉൽ ബദർ നമുക്ക് വലിയൊരു പരിചയമാണ്. അതുപോലെ നമ്മളിവിടെ ചെല്ലുന്ന മറ്റധികാറുകൾ, അത് നമുക്ക് വലിയൊരു രക്ഷയാണ്. നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ അള്ളാഹു വലിയ കാവൽ തരട്ടെ. ഇത് പല കാരണങ്ങളാണ് ഉണ്ടാവാം. അള്ളാഹു താല എല്ലാ ഷർറും മാറ്റിത്തരട്ടെ. സിഹർ കൊണ്ട്, ശൈത്താനിയത്ത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നു. അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ.
ദിവസവും ഒരു 100 പ്രാവശ്യം യാ അല്ലാഹ് എന്ന ദിക്ർ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം 1000 പ്രാവശ്യം യാ അല്ലാഹ് എന്ന ദിക്ർ, അതുപോലെ 66 പ്രാവശ്യം ഈ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ശർറുകൾ മാറിപ്പോവാൻ കാരണമാണ്. അത് നിസ്കാരശേഷം പതിവാക്കുകയാണെങ്കിൽ ഓരോ നിസ്കാരശേഷവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചൊല്ലുകയും അതിനുശേഷം നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്താൽ നമുക്ക് വലിയ കാവല് കിട്ടും. അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആഫത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവർ പലരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി. അവർക്കൊക്കെ അള്ളാഹു വലിയ കാവൽ എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ദിക്റുകൾ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് വലിയ രക്ഷ കിട്ടാൻ കാരണം അള്ളാഹു ആഫത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് നമ്മൾ യാ അല്ലാഹ് എന്ന ദിക്ർ നിസ്കാരശേഷം ഒരു 66 പ്രാവശ്യം ചെല്ലാൻ പറ്റുമെങ്കിൽ, ദിവസം ഒരു 100 പ്രാവശ്യം പതിവാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ കാവല് കിട്ടും. അതുപോലെ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ മറ്റ് അസ്മാഉൽ ഹുസ്നയിലെ ദിക്റുകൾ, യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ്. 136 പ്രാവശ്യം ആ ദിക്ർ ഒരാൾ പതിവാക്കിയാൽ, ചെല്ലിയാൽ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെടുമരണങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ അത് കാരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയാണ്, പെട്ടെന്ന് ഒരു അപകടം നമ്മുടെ മുന്നിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ സാഹചര്യം കടന്നു വരുമ്പോൾ യാ ഹഫീള് എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവല് കിട്ടും. ആ ദിക്ർ പതിവാക്കുന്നത് നല്ലതാണ്. ദിവസവും അത് 998 പ്രാവശ്യം ചെല്ലുന്നത് വലിയ മഹത്വവും വലിയ കാവലും കിട്ടാൻ കാരണമാണ്. യാ ഹഫീള് എന്ന ദിക്ർ അപകടങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, നമ്മുടെ വരുമാന മാർഗത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ ആ ദിക്ർ 998 പ്രാവശ്യം ചെല്ലുന്നത് നല്ലതാണ്. അത് ഓതി മന്ത്രിച്ച് നമ്മുടെ വീടുകളിലൊക്കെ പുകപ്പിക്കുന്നത് ശൈത്താനീയത്തിൻ്റെ, റൂഹാനീയത്തിൻ്റെ ഉപദ്രവങ്ങൾ മാറിപ്പോകാൻ കൂടി കാരണമാണ്. അള്ളാഹു അത്തരത്തിൽ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഷർറും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. അതുപോലെ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്ന മറ്റൊരു ദിക്റാണ് യാ മാനിഉ യാ അല്ലാഹ് എന്ന ദിക്ർ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ യാ മാനിഉ യാ അല്ലാഹ് എന്ന ദിക്ർ ചെല്ലുമ്പോൾ നമുക്ക് വലിയ കാവല് കിട്ടും. രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് 161 പ്രാവശ്യമൊക്കെ ചൊല്ലിക്കിടന്നാൽ പ്രത്യേകമായ സംരക്ഷണം കിട്ടുന്നതാണ്. ചിലർ കിടക്കുന്നതിന് തൊട്ട് മുകളിൽ തന്നെ ഉരുള് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ, യാ സലാമു എന്ന നാമം, അത് 131 പ്രാവശ്യം പതിവാക്കുന്നത് വലിയ അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനുള്ള കാരണമാണ്. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന അസ്മാഉൽ ഹുസ്നയുടെ ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി നമുക്ക് നൽകാനുള്ളതും അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ സദസ്സിൽ വെച്ചുള്ള പ്രാർത്ഥന അത് വലിയൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട്
ഈ മഹത്തായ മജ്‌ലിസ് എല്ലാ ദിവസവും കൃത്യമായി കാണുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ ബറക്കത്ത് ജീവിതത്തിൽ തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു കാവൽ തരുമാറാവട്ടെ. ഹദ്ദാദിലെ ദിക്ർ നമുക്ക് വലിയ സുരക്ഷയാണ്. ഹദ്ദാദ് ചെല്ലുക എന്നുള്ളത് വലിയൊരു കാവലാണ്. വിർദുൽ ലത്തീഫ് നമുക്ക് വലിയൊരു രക്ഷയാണ്. അതിലുള്ള ദിക്റുകൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ സംരക്ഷണമാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ ആ ദിക്റുകളൊക്കെ ചെല്ലുന്നത് വലിയ കാവലാണ്. ഇൻഷാ അള്ളാഹ് അതിലൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാം. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് ദുആയിക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാറാവട്ടെ, ഖൈർ തരുമാറാവട്ടെ. അള്ളാഹുവെ എല്ലാവിധ ആഫത്തും മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താനിയത്തിൻ്റെ സിഹറിൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. അതുപോലെ വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാത്തിലും ഉപരിയായി ശത്രുക്കളുടെ ഷർറുകൾ, അവരൊരുക്കുന്ന കെണിവലകൾ, അതിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, അഹ്ല് എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ, പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും അസ്വസ്ഥതകളും അള്ളീമായ റബ്ബേ, റഹ്മാനായ അള്ളാഹ്, റഹീമായ റബ്ബേ, നീ മാറ്റിത്തരണേ അള്ളാഹ്. മനസ്സമാധാനം നൽകണേ അള്ളാഹ്. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകണേ അള്ളാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ദുആ ചെയ്യാം. ഈ സദസ്സ് അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ റബ്ബ് മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒത്തിരി ആളുകൾ വലിയ വലിയ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ രക്ഷ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുകയും ചെയ്യുക. ധാരാളം ആളുകൾ ദിവസവും നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി വിളിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്. ഇവിടെ വിളിച്ചിട്ട് വരുന്നവരുണ്ട്, അല്ലാതെയൊക്കെ എത്തുന്നവരുണ്ട്. പരമാവധി ഇവിടെ എത്തുന്നവർ വിളിച്ചിട്ട് തന്നെ വരിക. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പറ്റുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ മാസത്തിലും 2-ാം ശനിയാഴ്ച നടക്കുന്ന നമ്മുടെ ഖാദിരിയ റാത്തീബ്, അത് വലിയ ഫലമുള്ള മജ്‌ലിസാണ്. കഴിയുന്നവരൊക്കെ ഇൻഷാ അള്ളാഹ് അതിലൊക്കെ പങ്കെടുക്കുക. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച 2 മണിക്ക് ആരംഭിച്ച് ഒരു 5-6 മണിയാകുമ്പോൾ അവസാനിക്കുന്ന രൂപത്തിൽ നമുക്ക് പിരിയാൻ പറ്റുന്ന രൂപത്തിലാണ്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. അതിലേക്ക് വരുന്നവരുണ്ട്, ഭക്ഷണം തരുന്നവരുണ്ട്, ചീരണി തരുന്നവരുണ്ട്, നേർച്ചകൾ നൽകുന്നവരുണ്ട്. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു സദസ്സ്, മജ്‌ലിസ് അതൊക്കെ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു അർത്ഥത്തിൽ നമ്മുടെ ഈ സദസ്സിനെയും ഈ മജ്‌ലിസിനെയും ഈ കൂട്ടായ്മയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കടങ്ങളെല്ലാം അള്ളാഹു വീട്ടി തരുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരുമാറാവട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുടെ കടങ്ങളൊക്കെ വീടാനുള്ള ഹൈറായ മാർഗങ്ങളൊക്കെ പടച്ചിറപ്പ് തുറന്നു വന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരുണ്ട്, എല്ലാ ദിവസവും നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെല്ലുകയൊക്കെ ചെയ്യുന്നവർ, ഗ്രൂപ്പിലൂടെ ഓരോ കാര്യങ്ങൾ ഓതാൻ പറയുമ്പോൾ അത് ഓതുന്നവർ, ചെല്ലുന്നവർ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. സർവോപരി മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ മേഖലയിലും നീ വിജയം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ, കുടുംബങ്ങൾ, അഹ്ല് എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസ് വളരെ പ്രതീക്ഷയോടെ ദിവസവും കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാണ്. അള്ളാഹു അവരുടെയും നമ്മുടെയും ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി, വിഷമമൊക്കെ അള്ളാഹു മാറ്റി, ഖൈറിൻ്റെ വഴികൾ അള്ളാഹു തുറന്ന് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പരിപൂർണമായും കാവൽ തന്നു ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന
മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ബറക്കത്തുള്ള റാഹത്തുള്ള വീട് തരണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഈ സ്ഥാപനത്തിന് മക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ, വസ്ത്രം നൽകുന്നവർ, നേർച്ചകൾ നൽകുന്നവർ, മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, റഹ്മാനെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ.